1725 സെപ്റ്റംബർ 29 ഇംഗ്ലണ്ടിലെ കുലീന കുടുംബത്തിൽ ജനിച്ച ക്ലൈവ് 18-ാമത്തെ വയസ്സിൽ ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയിലെ ഗുമസ്തനായി മദ്രാസിലെത്തി. പിന്നീട് ക്ലൈവ് കമ്പനി സൈന്യത്തിൽ ചേരുകയും ദക്ഷിണേന്ത്യയിൽ ഫ്രഞ്ചുകാർക്കെതിരെ നടന്ന പോരാട്ടങ്ങളിൽ മികവ് തെളിയിക്കുകയും ചെയ്തു. 1749 ക്യാപ്റ്റനായി ഉയർത്തപ്പെട്ടു. 1751 ചന്ദ സാഹിബിന്റെ ആസ്ഥാനമായ ആർക്കോട്ട് കീഴടക്കിയതോടെ ക്ലൈവിന്റെ പ്രശസ്തി വാനോളമുയർന്നു. 1755 റോയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണലായി സ്ഥാനക്കയറ്റം ലഭിച്ചു. 1757 പ്ലാസി യുദ്ധത്തിൽ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അദ്ദേഹം ഇംഗ്ലീഷ് വിജയമുറപ്പിച്ചു. 1758 ബംഗാളിലെ ഗവർണറായി. 1760 ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ക്ലൈവ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ബംഗാളിലെ കമ്പനി ഭരണം അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ 1765 അദ്ദേഹം വീണ്ടും ഗവർണറായി ബംഗാളിലെത്തി. 1767 ഇന്ത്യ വിട്ട ക്ലൈവിനെതിരെ പാർലമെന്റിൽ നിരവധി ആരോപണങ്ങൾ ഉയർന്നു. ഇന്ത്യയിൽ നിന്ന് ക്ലൈവ് 2.5 ലക്ഷം പവൻ അവിഹിതമായി സമ്പാദിക്കുകയുണ്ടായത്രേ. പ്രതിവർഷം 27,000 പവൻ ആദായം ലഭിക്കുന്ന ഒരു എസ്റ്റേറ്റും അദ്ദേഹത്തിന് ഇന്ത്യയിലുണ്ടായിരുന്നു. അഴിമതിയും ദുർഭരണവുമായിരുന്നു ശത്രുക്കൾ ആയുധമാക്കിയത്. ഒടുവിൽ കുറ്റവിമോചിതനായെങ്കിലും മാനസികമായി തളർന്ന ക്ലൈവ് 1774 നവംബർ 22 ആത്മഹത്യ ചെയ്തു.